തുടർച്ചയായ രണ്ടാം തവണയാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ശശി തരൂര് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. അതിന് ഏതാണ്ട് 26% അല്ലെങ്കിൽ 27% അധിക വോട്ടുകൾ വേണം ദേശീയ തലത്തിലാണ്. എന്താണ് താങ്കളുടെ പറയുന്നത്? ഇല്ല, അല്ലെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ്. അതായത് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അവരെന്തിനാ ജോലി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ്. പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാകുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. അതേസമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലിയെടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷെ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത്, പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ കാര്യത്തിലാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് കിട്ടാത്ത പല വോട്ടുകളും സമാഹരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവിൽ സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വരുന്നത്. 84-ലും 89-ലും 91-ലും തുടർച്ചയായിട്ട് ചാൾസോടൊന്ന് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോൺഗ്രസ് ടിക്കറ്റ്. ഹാട്രിക് വിജയം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ ചാൾസാണ്. അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റും. അപ്പൊ ചാൾസ് ഇവിടുന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ്. കോൺഗ്രസിനെ തന്നെ വേണമെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. എല്ലാവരും പാർട്ടിക്കകത്ത് തന്നെ നിർത്തണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് നിർത്തും. ഒരു കാര്യം കൂടെ, അങ്ങ് എപ്പോഴെങ്കിലും ഈ വിവാദത്തിന് ശേഷം ശശി തരൂരുമായി ഫോണിലോ അല്ലാതെയോ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ പാർട്ടി നേതൃത്വം പണ്ട് മറ്റേ ലോക്സഭാംഗമായിരുന്നപ്പോൾ സ്ഥിരം ഡൽഹിയിൽ നിന്ന് കാണാറുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ സാധാരണ പാർട്ടി യോഗങ്ങളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഹലോ പറയാറല്ലാതെ മറ്റ് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിന് കൂടെ നിർത്തണം. എന്തുകൊണ്ടാണ് പ്രശ്നമായിട്ട് കാണുന്നത്? പല സർവേകളിലും കേരളത്തിലൊരു നേതാവിന്റെ അഭാവമുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ പല സർവേകളിലും അദ്ദേഹം വളരെ മുമ്പിലാണ്. പാർട്ടിക്ക് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം, ഇല്ലെങ്കിൽ തനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പാർട്ടി കരുതരുത് എന്ന മെസ്സേജാണ്. അല്ല, പാർട്ടിക്ക് ഞാൻ കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. അതിനിടയിൽ നേതൃത്വത്തിന് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ അത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ചില വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ, മൂന്നാമതൊരാൾ അറിയില്ല. പിന്നെ എങ്ങനെ ഈ ഊഹാപോഹങ്ങൾ പുറത്തു പോകുന്നത് എനിക്കറിഞ്ഞു. ഈ തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഈ പാർട്ടി കേരളത്തിൽ പ്രതിരോധമാകുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത്? എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും കൂടുമ്പോഴാണ് പാർട്ടിക്ക് ഒരു വിജയം ഉണ്ടാവുക. അങ്ങ് ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അതിനുശേഷമാണല്ലോ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ. ഇപ്പോഴദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്.
അപ്പൊ അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കേരളത്തിൽ നേതൃത്വം ശക്തമല്ല എന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മുന്നണിയിലെ ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്ന കാര്യം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകി. അല്ല, അതിപ്പോ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇനി മൂന്നാമത് വരാൻ കഴിയില്ല. കാരണം അത്രയേറെ ജനരോഷം ശക്തമായിരിക്കും. അതിപ്പോ ആര് വിചാരിച്ചാൽ അതിപ്പോ എല്ലാവരെക്കാൾ നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായിന്റെ മൂന്നാം വരവ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ 27 അതിൽ ഫുൾ ഡേ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുന്നണിയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് യോഗം. ഇതിപ്പോ കോൺഗ്രസിന് CPM-നെ പ്രതിരോധിക്കണം, അതൊക്കെ സ്വാഭാവികം, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാവിനെ പ്രതിരോധിക്കേണ്ട ഗതികളിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണോ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇതിലാർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ലിമിറ്റ് വിട്ടു പോകരുത് എന്ന് മാത്രം. അങ്ങനെ ഇതുവരെ അദ്ദേഹം ലിമിറ്റ് വിട്ടിട്ടില്ല. ഒറ്റ കാര്യം കൂടെ, ഈ തരൂരിന്റെ കേരളത്തിലെ ദൌത്യം എന്താണ്? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അതിൽ കൂടുതലായിട്ട് ഞാൻ പറയാം, അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പാർലമെന്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും. അപ്പൊ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള, ഞാനൊക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സിൽ ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാം, ആരെയും നമ്മൾ ഇടിച്ചു കാഴ്ചരും. അപ്പൊ അദ്ദേഹം ഒരു MP തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ സേവനം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സേവനം ഏത് ഫീൽഡിലാണോ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ പാർലമെന്റിലെ ഡിബേറ്റുകളിലൊക്കെ കുറെ കൂടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വ്യവസായ സംരംഭങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ളവരുടെ വോട്ടും ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതായത് യങ് ജനറേഷൻ. അപ്പൊ അവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതും കൂടെ പ്രയോജനപ്പെടുത്തും. ഈ തരൂര് ഇപ്പൊ ചർച്ചകളിൽ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇടപെട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു സാധ്യത പരീക്ഷിക്കുന്നു എന്ന് കാണേണ്ടി വരില്ല. അതിലെന്താണ് KM-ന്റെ? അല്ല, എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോലെ